ಹಾಯ್ ಹಲೋ ಅಸ್ಲಾಮ್ ವಲೈಕುಮ್ ವೆಲ್ಕಮ್ ಟು ಪಿಕ್ ಆ್ಯಂಡ್ ಈಟ್. ಇಂದು ಫಸ್ಟ್ ಆಫ್ ಆಲ್ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ മനസ്സുകൊണ്ട് ചുമ്മാ താങ്ക്സ് ചൊല്ലുടെ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ട് ആക്കിരാറ്, നക്ക് നല്ല കോപ്പറേറ്റ് ആക്കിരാറ്. ഇന്നും ഇതേപോലെ നിങ്ങൾ എല്ലാവരും നക്ക് ചുമ്മാ കോപ്പറേറ്റ് ആക്കണു, നല്ല സപ്പോർട്ട് ആക്കണു. നിങ്ങളെല്ലാവരെയും സപ്പോർട്ടിലേ ഞങ്ങൾക്കൊരു മോട്ടിവേഷണൽ ആയിട്ട് ആവರು. ಸೊ ನಾನು ಇಂದು ಎಡಂಜಿರೋ ಕರಿ ಹಾಕ್ರು, ಕ್ರ್ಯಾಬ್ರು ಕರಿ ಹಾಕ್ರು ನಿങ്ങളೊಟ್ಟಿಗೂ ಅದರ ರೆಸಿಪಿರೇ ನಾ ಶೇರ್ ಹಾಕ್ರೆ. ಫಸ್ಟ್ ನಾನು ನಕ್ಕೆ ಎಂದ್ರೆಲ್ಲ ಬೇನು ಅದರೆಲ್ಲ ಎಡ್ತು വെച്ചോണ്ടുള്ളേ. ನಾನು ಈ ಕಂಟೈನರ್ಲು ಎಕ್ಸ್ಟ್ರಾ ಯಾರತ್ತೆಂದು ಇನ್ನೆಂಗೆ ಆದರೆ ಒಲ್ഞ്ഞದ್ರೆ ಫಸ್ಟ್ ಚೆಕ್ ಹಾಕಿತೆ ನಕ್ಕೆ ಬೇರೆ ಎಲ್ಲ ಎಂದ್ರೆಲ್ಲ ಬೇನು ಆದರೆ ಎಡ್ಕ್ರು. ഇവിടെ ನಾನು ಗ್ರೀನ್ ಚಿಲ್ಲಿ 3 കായ്മുളക് എടുത്തോളുടെ, 2 ക്ലോവ്സ് അത്ര വെല്ലുള്ളിയുടെ എടുത്തോളുടെ, പിന്നെ രണ്ട് നീരുള്ളി ആവട്ട് അങ്ങനത്തെ എന്തും ടൊമാറ്റോ ಎಲ್ಲ എന്ത് ಒಲ್ഞ്ഞെങ്കിൽ ഇങ്ങനത്തെ ಕಂಟೈನರ್ಲಿ ಇಟ್ಟು ಬೇಯ್ಕ್ರೆ. ಸೊ ಆದರೆ ಫಸ್ಟ್ ಚೆಕ್ ಹಾಕ್ರೆ ಎಂದ್ರೆ ಉಂಡು ಉಂಟು ಅದು ಎಡ್ತೇಳಿ. പിന്നെ ನಕ್ಕೆ ಬೇರೆಲ್ಲ ಎತ್ತರೆಲ್ಲ ಆನಿಯನ್ ಟೊಮೆಟೊ ಎಲ್ಲ ಬೇನಾವು ಅದೆಲ್ಲ ನೋಕಿತ್ತು എടുത്തോണ്ടെ. ಸೊ ನಾನು ഇവിടെ 7 ಶಲಾಟ್ എടുത്തോണ്ടെ. നിങ്ങൾ ನೀರುಳ್ಳಿ എടുത്തോളೋರು 2 വലിയ സൈസിലെ 2 മീഡിയം സൈസിലെ ടൊമാറ്റോ എടുത്തോണ്ടെ റഫ്ലി ആയിട്ട് ചോപ്പ് ಹಾಕಿರೆ. എന്തും നല്ല ആക്കിയിട്ട് ചോപ്പ് ಹಾಕೊಂಡು എന്തില്ല ഇഞ്ചിയും വെല്ലുള്ളിയും ഇങ്ങനെ റഫ്ലി ആയിട്ട് ചോപ്പ് ആക്കുക. ഗ്രീൻ ചില്ലിയിൽ ഇങ്ങനെ ഒരു തെല്ല് ലൈൻസ് ഇട്ടിട്ട് ഒരു സ്ലിറ്റ് ആക്കി എടുക്കുക കായ്മുളകുടെ. എന്തിച്ചെന്നെങ്കിൽ ഇല്ലെങ്കിൽ അത് എണ്ണಗಿಡ മൊത്തം അത് ഞങ്ങളെ മേൽಗೆ പാറും. ഞങ്ങൾ ഓരോ സ്ലിറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ മേൽಗೆ പാറില്ല. ನಾನು ಎಡത്തിൽ ഒരു 1.5 വലിയ കയ്യിലെ അത്ര ഓയിൽ ഇട്ടರೆ അതിಗೆ ഇഞ്ചിയും വെല്ലുള്ളി ഇട്ടിട്ട് ഫസ്റ്റ് 2 നിമിഷത്തേക്ക് സോട്ടೆ ആക്കിയോലോನು ಬರ್ತೋಲೋನು. അതിൽ പിന്നെ കായ്മുളക് ആഡ് ആക്കರೆ. കായ്മുളക് ഇട്ടിട്ടും ഒരു 2 നിമിഷ ഫസ്റ്റ് അതിരെ ಬರ್ತೋಲ್ವಾ. അതില്ലെങ്കിൽ മേൽಗೆ പാರಿയെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലോ ഫ്ലെയിമിൽ എല്ലാം സൊറ ആക്കുമ്പോൾ ഞങ്ങൾ ലോ ഫ്ലെയിമിൽ ആക്കണു. എപ്പം എന്തും ബർക്കർ സൊറ ആവട്ട് ഞങ്ങൾ ഫ്രൈ ആക്കുന്ന സൊറ ಎಲ್ಲ ಲೋ ಫ್ಲೇಮ್ಲೇ ಹಾಕೋನು. ഇവിടെ 1/2 ടീസ്പൂൺ അത്ര നല്ല മുളകും 1/2 ടീസ്പൂൺ അത്ര ജീരക ഇട്ടರೆ, 1.5 ടീസ്പൂൺ അത്ര ನಾನು ಕೊತ್ತಂಬರಿ ಇಡ್ರೆ, ಇಡೀ ಕೊತ್ತಂಬರಿ ಇಡ್ರೆ. പിന്നെ 1 ಟೀಸ್ಪೂൺ ಅത്ര ಬಡಿ ಸೋಂಪು ಇಡುವ. ಇದರೆಲ್ಲ ಇಟ್ಟದ್ದು ഒരു 4 ನಿಮಿಷದ ഞങ്ങൾ അതിരെಲ್ಲ നല്ല ആക്കി ಬರ್ತೋಲೋನು. 4 ಮಿನಿಟ್ಸ್ ಹತ್ರ ಆದರೆ ಬರ್ತೇಲಿ. പിന്നെ ഒരു പിഞ്ചർ ಹತ್ರ ಮೆತ್ತೆರೋ ಸೀಡ್ಸ್ ಇಟ್ಟು ಬಿಡ್ರೆ എന്തിച്ചെന്നെങ്കിൽ എടഞ്ചിര കറിಗೆಲ್ಲ ഞങ്ങൾ ಮೆತ್ತೆರೆ സീഡ്സ് ഇട്ടെങ്കിൽ കറി നല്ല സ്മെല്ലും ഒരു നല്ല ടേസ്റ്റ് ഇക്കറ്. എല്ലാ കറിക്കും ഞങ്ങൾ ಬೇರೆ ಬೇರೆ മസാല ഇടുക. ಸೊ അതിರ ಮೇಲೆ ഞങ്ങൾ എന്തിന് ഞങ്ങൾ ആക്കറ അതിರ ಮೇಲೆ ഡിപ്പെൻഡ് ആയിത്തിക്കറ്. അതിൽ പിന്നെ ನಾನು ഇവിടെ നീരുള്ളിയും ടൊമാറ്റോയും മുറിച്ച് വെച്ചിരല്ലേ അതിരെ ഇട്ടിട്ട് നല്ല ആക്കിയിട്ട് ഞങ്ങൾ ഫ്രൈ ആക്കി എടുത്തോളുವ. ഈ എല്ലാ മസാലയും ഈ ನೀರುಳ್ಳಿ ಟೊಮೆಟೊಮ್ ಎಲ್ಲ ಸಾಫ್ಟ್ ಆವಡತೋಲ್ಲ ಮಸಾಲೆರೂ ಅದ್ರ ಒಟ್ಟಿಗೆ ഞങ്ങൾ ಬರ್ತಿ എടുത്തോളുವ. ನಾನು ಲೋ ಫ್ಲೇಮ್ಲೇ ಬರ್ತಿ എടുക്കರೆ. എന്തും ನಾನು ഇവിടെ മീഡിയം ഫ്ലെയിം ആക്കിയിട്ടില്ല, ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ആക്കില്ല. ಸೊ ಮುಚ್ಚಿ വെച്ചിട്ട് ഞാനത് സോഫ്റ്റ് ആവടത്തോളം കുക്ക് ആക്കರೆ. ഇത്രത്തോളം ನಾನು നക്കായിട്ട് ഡീറ്റോക്സ് വാട്ടർ ആക്കി എടുക്കರೆ. ഇവിടെ കൊറിയ ನಾನು ಮಿಂಟ್ ಲೀವ್ಸ್ എടുത്തോണ്ടെ 6 പെറ്റൽഡ് അത്ര 1 ಇಂಚ್ അത്ര ജിഞ്ചർ ജൂലിയൻസിൽ ഉദ്ധത്തിൽ മുച്ചിട്ട് എടുക്കുക. 1/2 ബീട്രൂട്ട് എടുത്തോണ്ടെ അതിരിങ്ങനെ റഫ്ലി ആയിട്ട് ചോപ്പ് ആക്കി എടുക്കರೆ. പിന്നെ പാതി ലെമൺ എടുത്തോണ്ടിട്ട് അതിൽ ಬಿತ್ತೆಲ್ಲ എടുത്തോലോನು സീഡ്സ് ಎಲ್ಲ എടുത്തിട്ട് അതിൽ സ്കിന്നിടൊട്ടുകു 4 പീസസിൽ കട്ടാക്കി എടുത്തോളുടെ. ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ഡീറ്റോക്സ് വാട്ടർ ആക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്കിന്നും നല്ല ഗ്ലോ ആയിത്തിക്കറ്. ನಾವು ഇവിടെ ವೈಟ್ ಆಯ್ತಿಕ್ಕರು ಚೊಲ್ಡು ಅಲ್ಲ, ಗ್ಲೋ ಆಯ್ತಿಕ್ಕರು. നിങ്ങൾക്ക് പിമ്പിൾസ് ಬಂದದು ಕೊರಡಿ ಆವಡು, പിന്നെ ರ್ಯಾಷಸ್ ആവಡല്ലേ സ്കിന്നിൽ റെഡിഷ് പോലെ ಎಲ್ಲ ಅದೆಲ್ಲ ಕೊರಡಿ ആവಡು. ಸೊ ഇതിരെല്ലാം ഞങ്ങൾ തണ്ണിയിൽ ആഡ് ആക്കി ಬಿಡೋನು. ആഡ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് 1/2 an hour ഫസ്റ്റ് വെച്ച് ಬಿಡೋನು. ഫുൾ ഡേ നിങ്ങൾ തണ്ണി കുടിക്കുമ്പോഴത്തേക്കും ഇതിരതേ തണ്ണി കുടിച്ചോണ്ട് പോയോണ്ട് ഇതിಗೆ തണ്ണി ആഡ് ആക്കിയോണ്ട് പോണു. ನಾನು നല്ല ಬೆಚ್ಚಾಕಿತ್ತು ಚಪ್ಪೆ ಹಾಕಿ ತಣ್ಣೀರೇ ಆ್ಯಡ್ ಹಾಕ್ಕೊಂಡು പോണ്ടೆ.
ഇങ്ങനെ ആക്കി ഞങ്ങൾ കുടിച്ചെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾക്ക് ഡീറ്റോക്സ് ആവും. ഏതും മറന്നെടുക്കുന്ന ജറുവത്തിക്കില്ല. പിന്നെ എക്സ്ട്രാ വലിഞ്ഞതിരെല്ലാം ഞാൻ ഇങ്ങനത്തെ കണ്ടെയ്നറിൽ ഞാൻ മുന്നേ ചൊന്ന പോലെ സ്റ്റോർ ആക്കി വെക്കുക. നെക്സ്റ്റ് യൂസ് ആക്കുമ്പോൾ ഈ കണ്ടെയ്നറിൽ വർക്ക് ചെക്ക് ആക്കിയോളുടെ എന്തും ലെഫ്റ്റ് ഓവർ ഉണ്ടായില്ലേಂಟು. ಸೊ ಅದು ഞങ്ങൾക്ക് ലൈഫിൽ ഈസി ആവുಡು. സ്വരെല്ലാം ಬೇಗ ಬೇಗ ആവുಡು. ബാക്കിയെല്ലാം ക്ലീനിങ് ആക്കി എടുக்கிறതോളം നൻ്റെ കൂടെ നീരിൽ ടൊമാറ്റോ എല്ലാം നല്ലതായിട്ട് ಬೆಂದಿರು നിങ്ങൾക്ക് ഉടനെ നോക്കുകയും ಗೊತ್ತಾവും നല്ല സോഫ്റ്റ് ആയിരു. ഇതിലെ ഞാൻ പാതി കടീരത്തര ഹാഫ് കൊക്കനട്ട് ഗ്രേറ്റ് ആക്കി എടുത്തോണ്ടെ അതിൽ ഫുൾ ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ ഇടില്ല. നക്ക് ഹാഫ് കൊക്കനട്ട് യാറാവുಡು. നാനും എൻ്റെ മോനെ ഇக்கிறതിൽ നക്ക് അത് കറിയും യാറായി പോവും. അത് കഴിഞ്ഞിട്ട് ഞാൻ 6 ടേബിൾ സ്പൂണിൻ്റെ അത്ര കൊക്കനട്ട് ഇട്ടിട്ട് അതിൽ നല്ലാക്കി മിക്സ് ആക്കിയിട്ട് ഇവിടെ ജസ്റ്റ് അത് നമുക്ക് ಬೆಚ್ಚಾಕಿ എടുക്കണം. ഇവിടെ ಬರ್ಕೋಗಿಲ್ಲ കൊക്കനട്ട് കളർ ചേഞ്ച് ആಕೋಗಿಲ್ಲ ജസ്റ്റ് ಬೆಚ್ಚಾಕರು. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ അതിൽ ഇട്ടത് മിക്സ് ആക്കിയോണ്ടെ ബാക്കിയുടെ മസാല എല്ലാം ഇട്ട് ಬಿಡುವ. ഞങ്ങൾ ഹാഫ് ടീസ്പൂണിൻ്റെ അത്ര മഞ്ഞളുടെ പൊടി, 1 ടീസ്പൂണിൻ്റെ അത്ര മുളകുടെ പൊടി ഇട്ടರೆ, ഹാഫ് ടീസ്പൂണിൻ്റെ അത്ര കൊത്തമ്പരിയുടെ പൊടി ഇട്ടರೆ. ഇവിടെ ഞാൻ എന്ത് ചെന്നെങ്കിൽ മുളകുടെ പൊടി 1 സ്പൂണിൻ്റെ അത്രയുമേ ഇട്ടു. ഞങ്ങൾ 3 ഗ്രീൻ ചില്ലിയും ആഡ് ആക്കിര. പിന്നെ ഹാഫ് ടീസ്പൂണിൻ്റെ അത്ര പെപ്പറും ഇട്ടര. പെപ്പർ ಸಂಪಾಯ್ತಿಕ್ಕರು ತಡಿಗೆ ಅದು ಇಟ್ಟರು. ಕ್ರ್ಯಾಬ್ ಹೀಟ್ ಉಂಡಲೆ ತಡಿಗೆ ಅದು കഴിഞ്ഞിട്ട് ഇതിലെല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയൊള്ളുക. ഒരു 5 മിനിറ്റ്സ് ಹತ್ರ ಮಾತ್ರ നമുക്കതിൽ ಬೇವಾಟೋನು അതിൽ തെല്ല് റോ സ്മെൽ പോണ്ടേ തോലോ. പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതിൽ മിക്സിയിലെ ജാറിಗೆ ഇട്ടിട്ട് ഞാൻ നല്ല കോൾഡ് ആവുക വെച്ച് ಬಿಡ್ರೆ. നല്ല ചപ്പ ആയാൽ പിന്നെ അതിലൊരു പേസ്റ്റ് ആക്കി എടുക്കറ. ഫൈൻ പേസ്റ്റ് ആക്കില്ല എന്ത് ചെന്നാൽ പിന്നെ കല്ലിಗೆ ഇട്ടിട്ട് ഫൈൻ പേസ്റ്റ് ആക്കറോ. എത്രയും ഞങ്ങൾ മിക്സിയിൽ ഇങ്ങനെ തേങ്ങയെല്ലാം അരക്കರೆಂಗೆ അത്ര ഫൈൻ പേസ്റ്റ് ആവില്ല. അത് കഴിഞ്ഞിട്ട് ഇതിൽ ചപ്പ ആവുക വെച്ച് ಬಿಡ್ರೆ. ഞാൻ തെല്ല് തന്നി ഇട്ടിട്ട് അതിൽ തെല്ല് അരച്ചിട്ട് പിന്നെ ഗ്രൈൻഡറിಗೆ ഇടുക. അത്രത്തോളം അത് ചപ്പ ആവുക വെച്ചിരെ. അത്രത്തോളം ഞാൻ ഇതിൽ എൻ്റെ ബോട്ടലിൽ സെറ്റാക്കി വെച്ച് ಬಿಟ್ಟೆ. ഞാൻ എന്തും മിഡിലിൽ എന്ത് സൊറ ഇന്നെങ്കിൽ ബാക്കിയുടെ സൊറ എല്ലാം മിഡിലിൽ ആക്കി ഫിനിഷ് ആക്കറെ. ഇങ്ങനെ തെല്ല് പേസ്റ്റ് ആക്കി എടുത്താൽ പിന്നെ ഞാൻ ഇതിൽ കല്ലിಗೆ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആവിടത്തോളം അരച്ച് എടുക്കണം. നിങ്ങൾ തേങ്ങയുടെ കറി ഏതും ആക്കರೆಂಗೆ നല്ല ഫൈനായിട്ട് അരക്കണം. അത് തരಕಾರಿರೇದಾವಟ್ಟು ഇറച്ചിರೇದಾವಟ್ಟು ഇല്ലെങ്കിൽ മീനിൻ്റെതാവട്ടെ. സ്പെഷ്യലി മീനിಗಾಯ್ತು ഞങ്ങൾക്ക് ഫൈനായിട്ട് അരക്കണം. കൊറിയങ്ങ തരಕಾರಿರೇದುಂಟಾയെങ്കിൽ തെല്ല് അരച്ചെങ്കിൽ മയ്യ അവരുണ്ടാക്കറ്. ബട്ട് അത് അത്ര ടേസ്റ്റ് ആവില്ല. ഇവിടെ കറി ഉണ്ടല്ലേ തെല്ല് ಬಿಟ್ಟಾಯ್ತು ഒരു ടേസ്റ്റ് ಬಂದು അത് കഴിഞ്ഞിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയുള്ളവರು ഇവിടെ നല്ല ഫൈനായിട്ട് ഞാനിപ്പോൾ സെയിം എടത്തിൽ ನಾನು 1.5 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഓയിൽ ഇട്ടರೆ. ഓയിൽ നല്ല വെച്ചായാൽ പിന്നെ പാതി ഇഞ്ച് അത്ര ಕೆತ್ತಂ ಜಂಡು ಎಲ್ತರಿ ಇಟ್ಟಿട്ട് നല്ല വെച്ചാക്കുക. ഒരു ദണ്ടര അത്ര ಬೇಸപ്പ് ഇട്ടിട്ട് അരച്ചെടുത്തോ മസാല എല്ലാം ഇട്ടോളുക. അരച്ചിട്ടോ മസാല ഇട്ടിട്ട് നല്ല ഒർക്ക മിക്സ് ആക്കിയോളുക. ഇതിൽ പിന്നെ ഞങ്ങൾ കല്ല് കലകിയിട്ട് എടുക്കರಲ್ಲಿ ಸೇಮ್ ವಾಟರ್ ഇതിಗೆ ആഡ് ആക്കിയോളൂ. ചൊമ്മ വാട്ടർ ഇട്ടിരണ്ട വർക്കമേ വേനത്ര നോക്കിയിട്ട് ഇടോರು. പിന്നെ കറി ചൊമ്മ മന്ത ഇന്നെങ്കിൽ ಕೆಟಲಿൽ നല്ല ಬೆಚ್ಚಾക്കിയിട്ട് തണ്ണീര് അതിൽ എത്ര നിങ്ങൾക്ക് തിന്ന് വേണോ ತೆಲುಪು വേണോ അത് നോക്കിയിട്ട് ആഡ് ആക്കರು. ഇവിടെ കറിಗೆ ನಾನು ಸಾಲ್ಟ್ ഇട്ടോണ്ടില്ല. ನಾನು ടേസ്റ്റ് അക്കോർഡിംഗ് നിങ്ങൾ ಸಾಲ್ಟ್ ഇട്ട് ಬಿಡೋರು. ഇട്ടിട്ട് പിന്നെ മെയ്യായില്ലെങ്കിൽ പിന്നെയും ഇടാം. നല്ല മിക്സ് ആക്കിയിട്ട് അതിൽ ഒരു നല്ല ബബിൾസ് ಬಂಡತೋಲ ഞങ്ങൾ നല്ല ബോയിൽ ആക്കുക. എന്തൊരു ബബിൾസ് ಬಂಡಲ್ಲಿ കറിയിൽ പയക്കരല്ലേ കറി അത്രത്തോളം ഞങ്ങൾ അതിൽ പായപ്പാട്ടിയൊള്ളുക. ഇവിടെ ഞാൻ മുച്ചിട്ട് തെല്ലേര നല്ല പായപ്പാട്ടിര. നല്ല പായച്ചാൽ പിന്നെ 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര വിനിഗർ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കുന്നു. ഞങ്ങൾ ഇവിടെ പുളി ഇടില്ല എടഞ്ചിക്ക്. എടഞ്ചിലെ ഒരു തെല്ല് പുളിയുടെ പുളി പല ആവുന്നത് കറി. അത് കഴിഞ്ഞിട്ട് വിനിഗർ ഇട്ട ഞാൻ 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര. അതിൽ പിന്നെ നല്ല വിനിഗറും ഉപ്പിട്ടിട്ട് വാഷാക്കി വെച്ചിരുന്ന എടഞ്ചിരോ അതിൽ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് അതിൽ നല്ല വേവിക്കുക. എടഞ്ചിര ആ സപ്പുറത്തെ കാലെല്ലാം ನಾನು ಇಡಿಲ್ಲ. ಅದು ಕಾಟ ಪಲಾವುಡು ಕರೀಲು. ಸೊ ಅದು ವೇಸ್ಟು ಇಡ್ರದು.
ടേസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾക്ക് ഇട്ട ഇടഞ്ചിലേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഇടില്ലേ. അതിൽ പിന്നെ മേലിൽ ഞാൻ തെലുബേവ് സോപ്പും ഇഞ്ചി ഇട്ടേ. ടേസ്റ്റിക്ക് ഉപ്പ് ഞാൻ ചെക്കാക്കിയിട്ട് പാടെ ആഡ് ആക്കിരെ. നല്ല ಬೇವು ಬೇಯ್ಕೋರು എനഞ്ചി ಬೇಗമേ ಬೆಂದು പോണ്ടു ഒരു 4-5 നിമിഷത്തിൽ. അതിൽ പിന്നെ ಬೆಚ್ಚ കറിരെ സർവ് ആക്കുറു. കൂടെ ഞങ്ങളുടെ കറി റെഡി ആയിര്. നല്ല ഡിലീഷ്യസ് ആയി എടഞ്ചിര കറി റെഡി ആയിര്. നിങ്ങൾ ഇതിൽ ഓർക്ക മസ്റ്റ് ട്രൈ ആക്കുറു. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ലൈക്ക് ആയെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയോട്ടൊക്കെ ഷെയർ ആക്കുറു, ലൈക്ക് ആക്കുറു, നല്ല നല്ല കമൻറ്റ് ആക്കുറു. ഇന്നാലെ എല്ലാവരും ചൊമ്മ കമൻറ്റ് ആക്കിರ నాకు ചൊമ്മ ಹ್ಯಾಪಿ ಆಯ್ರಿತಾರೆ ಸಪೋರ್ಟ್ ಹಾಕಿಯದಿಗೆ. ನಂದು ಚಾನಲ್ ಪಿಕ್ ಆ್ಯಂಡ್ ಸಪೋರ್ಟ್ ಹಾಕರು. ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್.